presents ലക്ഷ്യ ഗാനമേളക്കാരുടെ സംസ്ഥാന സമ്മേളനം സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി co-powered by MCR Premium Color Shirts, Mello, 90+ My Tuition app, Ajnora and Milky Way. എന്തോ ഈ ഗാനമേള എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എനർജിയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ സിനിമയിൽ കേട്ട പാട്ടുകൾ ഉണ്ടാവും, നാടകത്തിലൂടെ നമ്മൾ കേട്ട പാട്ടുകൾ ഉണ്ടാവും, പല വഴി നമ്മൾ കേട്ടിരിക്കുന്ന ലൈറ്റ് മ്യൂസിക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മളിലേക്ക് ലൈവായിട്ട് പാടി എത്തിച്ച് നമ്മളെ എനർജിയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല മേള എന്ന് പറഞ്ഞാൽ അത് ഗാനമേളം മാത്രം. ഒരു സംശയം വേണ്ട. ഉത്സവ പറമ്പുകളെയും പള്ളിപ്പറമ്പുകളെയും ഒക്കെ ആഘോഷപൂർണ്ണമാക്കുന്ന, സദസ്സിനെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ലോകത്തുള്ള സർവ്വ ഗാനമേള പാട്ടുകാർക്കും വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. അതിലൊരു മാറ്റു നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഷഡ്ജം എന്താണ്, ഋഷഭം എന്താണ്, അല്ലെ, ഇതെല്ലാം നമ്മൾ മനസ്സിൽ രണ്ടെണ്ണത്തിൽ നിർത്തിയത് അല്ലെ, കുറെ ഉണ്ട്. വരട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ ലിനു കുറെ ആൾക്കാരെ കൊട്ടേഷൻ ആയിട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത്രയും ആൾക്കാർ ഫുൾ ഓർക്കസ്ട്ര ടീമിന് ഒരു നല്ല കൈയടി നമുക്ക് കൊടുക്കണം. കാര്യം ഇന്ന് ഏത് പാട്ട് പാടിയാലും അതിന് ഓർക്കസ്ട്ര സപ്പോർട്ട് ചെയ്യാൻ കേട്ടില്ല. അത് സ്ട്രിങ്സ് ഇങ്ങനെ അപ്പൊ എല്ലാരും മറ്റേ മുടിയിലടിച്ചിരിക്കുന്ന കളറിനും ഒരു കൈയടി കൊടുക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലിനുവിനും ലിനു അടിച്ചിരിക്കുന്ന മുടിയുടെ കളറിനും ഒരു കൈയടി ഉണ്ട്. ലിനു മാത്രമല്ല, ഇന്ന് നമ്മൾ ഫുൾ കളറാണ്, ഓർക്കസ്ട്ര മൊത്തം കളറാണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസ് അതിനേക്കാൾ കളറാണ്. അതിന് മുമ്പിൽ നമുക്ക് ഇരിക്കുന്ന ഗസ്റ്റുകൾ കളറാണ്. എന്തിനേറെ പറയുന്നത്, ഭീമന്റെ ചേട്ടൻ നല്ല കളർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. നാരായണൻ കുട്ടിച്ചൻ ഉൾപ്പെടെ നല്ല കളർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പൊളിക്കുകയാണ്. നമ്മളിന്ന് പൊളിക്കുകയാണ്. നമ്മളുണ്ടല്ലോ, പണ്ടൊക്കെ ഈ ഒരു അമ്പലത്തിൽ ഒരു ഉത്സവം വരുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പെരുന്നാൾ വരുന്നു, ക്ലബിന്റെ ഈ അമ്പലപ്പറമ്പിലൊക്കെ എന്ത് ആഘോഷം വന്നാലും നമ്മൾ സൈക്കിൾ ഒട്ടി നേരെ ഗാനമേളയ്ക്ക് പോകാൻ നേരം ഒരു പാട്ടുണ്ട്, ദൂരെ നിന്ന് കേൾക്കാം, അകലേ അല്ലേ ചേട്ടാ? ഒരു നീട്ടുണ്ടല്ലോ, ആ നീട്ട് ചിലപ്പോ പകുതിക്ക് നിന്നു. അകലേ അതെ അതെ അതെ, ശബ്ദമില്ല, ശബ്ദം പോയി. അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും. അതെ, നമ്മൾ ഈ പള്ളി പെരുന്നാൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം, ഉത്സവങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ വരുന്ന പെട്ടിക്കടകൾ മാത്രമല്ല, അവിടെ ഇടുന്ന ഇലുമിനേഷൻ ബൾബുകൾ മാത്രമല്ല, വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെരുന്നാളിനോടനുബന്ധിച്ച്, ഉത്സവത്തോടനുബന്ധിച്ച്, വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഗാനമേള. അതെ, അതൊരു തരിപ്പാണ്. അതിലൊരു സംശയമില്ല. നമ്മൾ വൈകുന്നേരം ആവുന്ന സമയത്ത് ചില ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ചെയർ എടുത്തുകൊണ്ട് പോകും, ചില ആൾക്കാർ പായ എടുത്തുകൊണ്ട് പോകും. എന്തായാലും ഈ ഗാനമേളയ്ക്ക് ഇങ്ങനെ കെട്ടിത്തിരിച്ച സ്ഥലത്ത് തുള്ളാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ഥലം വേറെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ തുള്ളുന്നവരെ ഇങ്ങനെ നോക്കിയിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ടാവും. ഈ തുള്ളിക്കോ തുള്ളൽ അധികമാവരുത്. നമുക്ക് ഏറ്റവും അധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. കാര്യം ഇന്ന് ഈ പറയുന്ന പല പ്രശസ്തമായിട്ടുള്ള ഗാനമേള ട്രൂപ്പിലൂടെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് പാടിയ പല ആൾക്കാരുമാണ് ഇന്ന് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന മലയാള സിനിമയിലെ പിന്നണി ഗായകർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അധികം അഭിമാനമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് മാത്രമാണ് ഗാനമേളകളൊന്നും സജീവമല്ലാണ്ട് പോയത്. പക്ഷെ ഗാനമേള ആ പ്രതാപകാലത്തേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പൊ നമുക്ക് അവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ സംസ്ഥാന സമ്മേളന വേദി അങ്ങ് തുടങ്ങല്ലേ? തുടങ്ങാം. പൊളിക്കല്ലേ? സംസ്ഥാന സമ്മേളനം നമ്മൾ തുടക്കല്ലേ? തുടങ്ങല്ലേ? കൊച്ചിൻ എന്ന് ചേർക്കുക എന്ന് പറയുന്നത് ഒരു സമയത്ത് എല്ലാവർക്കും ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ കൊച്ചിൻ ഹനീഫ, അങ്ങനെയുള്ള കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരു ടീമിനെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് ഇനി വിളിക്കാൻ പോകുന്നത്. പ്രചോദനം എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, നമ്മള് ചില ശബ്ദങ്ങൾ ചില നാടിനെ വരവേൽക്കുമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഈ പറയുന്ന പല പല ശബ്ദങ്ങൾ ഇപ്പൊ പാട്ടിലൂടെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഉദിച്ചു വരുമ്പോ തന്നെ ഒരു സ്ഥലപ്പേരിലൂടെ അറിയപ്പെടാറുണ്ട്. അങ്ങനെ ശബ്ദം വെച്ചിട്ട് ഒരു പേര് ട്രൂപ്പിന് കൊടുത്തിരിക്കുകയാണ്. യെസ്, വരുന്നു ഈ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് വോയിസ് ഓഫ് കൊച്ചിൻ. കിഷോർ വർമ്മ നേതൃത്വം നൽകുന്ന വോയിസ് ഓഫ് കൊച്ചിന്റെ കിടിലൻ കക്ഷികളാണ് ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കിഷോർ വർമ്മ, വോയിസ് ഓഫ് കൊച്ചിൻ. എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല വോയിസ് ആണോ? എല്ലാവരുടെയും വോയിസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്യാവശ്യം. 2 വർഷമായിട്ട് വോയിസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതിനുശേഷം ഇപ്പം വീണ്ടും തെളിഞ്ഞു വോയിസ് ഒക്കെ. ഇപ്പോഴാണ് സ്വരം നന്നായത്. അതെ അതെ. അപ്പൊ സ്വരം നന്നാകുമ്പോ സാറിന് പാട്ട് നിർത്തുകയാണ്? ഇല്ല, പാട്ട് ഈ സമയത്താണ് തുടരേണ്ടത്. അല്ല, പാട്ട് തുടരുക, അതേ പറഞ്ഞു വന്നത്. ഇപ്പൊ പാട്ട് പണ്ടായിരുന്നു, ഇപ്പൊ ശരിയാവൂല. അങ്ങനെ ഇപ്പൊ സ്വരം നന്നാകുമ്പോൾ നമ്മൾ പാട്ട് കൂട്ടുക. അതെ അതെ. എല്ലാരും ഗംഭീരമായിട്ട് പാടുന്ന ആൾക്കാരാണ്. പുതിയ ബാൻഡായിട്ടാണോ അതോ എങ്ങനെ തുടങ്ങി? ഗാനമേള ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കലാഭവൻ റനീഷിന് മൈക്ക് കൈമാറി. ഞാൻ പെട്ടെന്ന് ഓർത്ത് കലാഭവൻ പ്രചോദന മൈക്ക്. പാട്ടിനെ പറ്റി പറയാൻ ചേട്ടൻ എങ്ങനെ മൈക്ക് വരുമോ? അതെ, ഞാൻ പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പുള്ളിക്കാരൻ ഈ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പ്രചോദേട്ടന്റെ ഒരു വിചാരം, പ്രചോദേട്ടൻ ഒരു ആസ്ഥാന ഗായകനാണ് എന്നുള്ളതാണ്. അതെല്ലാത്തിനും ഒരു വിചാരമുണ്ട് പ്രചോദേട്ടന്. പിന്നെ
ഈ കലാഭവൻ എന്ന് പറയുമ്പോഴേക്കും കലാഭവന്റെ ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരുന്ന ഒരാളെ പോലെയാണ് പലപ്പോഴും ഈ ഗായകർ ഇവിടെ വരുന്ന സമയത്ത് പ്രചോദേട്ടന്റെ ഒരു നിലപാട്. എനിക്കിത് ഭയങ്കര ശക്തമായ കുട്ടി അത് വേറെ കാര്യമുണ്ട്. അത് ഗാനമേളക്കിടയ്ക്ക് അല്ലേ പ്രചോദേട്ടാ പണ്ട് അതെ അങ്ങനെ മിമിക്സ് നമ്മളറിയോ ഞാൻ അസ്വസ്ഥനാണ് ഇതിലൊന്നും പെടുന്നില്ലല്ലോ. ഞാൻ അസ്വസ്ഥനാണ്. ഞാനിപ്പോ ഒരു സംഭവം പറഞ്ഞു, അതിന് എന്നെ എത്രമാത്രം കൊല്ലേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കൊല്ലും. നമുക്ക് റനീഷ് മൈക്ക് കൈമാറാം. റനീഷ് കലാഭവൻ നമ്മുടെ പേരുകളല്ലേ. റനീഷ് എന്റെ പ്രിയ സിസ്റ്റർ റനീഷ് സംസാരിക്കും. ഓക്കെ, സത്യത്തില് പ്രചോദേട്ടൻ നല്ലൊരു സിംഗറാണ്. കാരണം ഞങ്ങൾ ഒരുപാട് വേദികളിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അദ്ദേഹം നന്നായിട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. സ്റ്റേജിന് പുറകിൽ അത് സത്യം, സ്റ്റേജിന് പുറകിൽ സ്റ്റേജിലും പാടി കേട്ടിട്ടുണ്ട്. പരസ്പരം പുകഴ്ത്തി കഴിഞ്ഞെങ്കിൽ നിലപാടുകളിലേക്ക് കടക്കാം. ട്രൂപ്പ് 98 ഫോം ചെയ്താണ്. കുറച്ച് കലാകാരന്മാർ ചേർന്ന് തന്നെയാണ് ഇത് ഫോം ചെയ്തത്. ആ ടൈമിലാണ് കലാഭവനിലൊക്കെ വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. പ്രചോദന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതത്ര വലിയ ഭാഗ്യമായിട്ടൊന്നും കണക്കൂട്ടൊന്നും വേണ്ട. അല്ല, അത് എന്റെ ഭാഗ്യമാണ്. റനീഷൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ വലിയ ഭാഗ്യമായി. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ കറക്റ്റ് ഇവരൊക്കെ വന്ന് പാട്ടൊക്കെ പാടുമ്പോൾ നമുക്കറിയാം ഒരു എനർജി എന്ന് പറയുന്നത്. അതായത് ഈ ഓഡിയൻസിനെ നോക്കി പാട്ട് പാടുക, ഗംഭീരമായിട്ട് ഷോ കൊണ്ടുപോവുക, അതിന്റെയൊക്കെ പുലികളാണ് ഈ നിരന്ന് നിൽക്കുന്നത്. അതെ, ഇപ്പൊ വേറെ കാര്യമുണ്ട്. ഇപ്പൊ എന്റെ റനീഷിനെ സംസ്ഥാന സമ്മേളനമാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. എന്താണ് പേര്? നിയ ജോയ്. നിയ ജോയ് പ്രചോദനോട് എപ്പോഴെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്നോട് ഷോസ് ചെയ്തു. നീ ഏത് തരത്തിലുള്ള പാട്ടാണ് പാടാറുള്ളത്? ഞാൻ എല്ലാ ടൈപ്പും പാടും. മലയാളവും ഹിന്ദിയും തമിഴും അത്യാവശ്യം എല്ലാം ഹാൻഡിൽ ചെയ്യും. പ്രചോദന്റെ പാട്ട് എപ്പോഴെങ്കിലും ഒപ്പം പാടിയിട്ട് പ്രചോദന്റെ കൂടെ പാടിയിട്ടില്ല. പ്രചോദന്റെ ഷോയില് പ്രോഗ്രാം പാടിയിട്ടില്ല എന്ന് പറയുന്നത് ജീവിതത്തിൽ അസുലഭമായിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അല്ല, നമ്മളിപ്പോ അടുത്ത നീയായിട്ട് ഒരു പാട്ട് പാടാൻ വേണ്ടി പോവാ അടുത്ത ഷോയ്ക്ക് അല്ലേ? ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ പൊളിക്കുന്നയാ. എന്താണ് പേര്? ലിജോ ജോസ്. നമ്മുടെ പാട്ടിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മലയാളമാണ് പാടുന്നത്. മലയാളം സോങ്സ് പാടുന്നത്. അതിന്റെ ഒരു എന്താ പറയാ, ഒരു മലയാള തനിമയില്ലേ ശബ്ദത്തിന്. ഞാൻ മലയാളം പാട്ടുകളാണ് പാടുന്നത്. അപ്പൊ ആ ഗാംഭീര്യം വിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഗ്ലാസ് ഒക്കെ വെച്ച്. പക്ഷേ ഇത് ഉറപ്പാണ് ഹിന്ദി. ഇത് ഹിന്ദിയോ തമിഴോ ആയിരിക്കും. ആണോ? തമിഴ്. നമസ്കാരം, ഞാൻ കിരൺ, എറണാകുളം ജില്ലയിലെ ആലുവയിൽ ശ്രീമൂലനഗരത്ത്. അത് ശരി. അപ്പോ ശ്രീമൂലനഗരം വിജയൻ എന്ന് പറഞ്ഞ സാറിന് എല്ലാവർക്കും അറിയായിരിക്കും. ഉറപ്പായിട്ടും കൽപ്പാന്ത കാലത്തോളം അദ്ദേഹത്തിന്റെ നാട്ടുകാരായിട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ ശ്രീമൂലനഗരം വിജയൻ മാത്രമല്ല, ശ്രീമൂലനഗരം മോഹൻ എന്ന് പറയുന്നത് ഒരു സമയത്തുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപ്രസംഗ വേദികളിൽ നിറഞ്ഞാടിയിരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ എന്റെ സുഹൃത്താണ് അനൂപ്. അപ്പോ നമുക്ക് അങ്ങനെ ശ്രീമൂലനഗരം ഭയങ്കര പ്രിയപ്പെട്ട ഒരു നഗരം കൂടിയാണ്, അല്ല നാട് കൂടിയാണ്. അപ്പൊ എന്തായാലും നമ്മള് തമിഴ് പാട്ടാണ്. തമിഴ് പാട്ട് കൂട്ടത്തില് പൊളിയൻ എന്ന് പറയുന്നത് നമ്മളാണ്. என்னை என்ன செய்ய போகிறாய்? நான் ஓவியம் என்று தெரிந்தும் நீ என் கண்ணிரண்டு கேட்கிறாய். சிலுவைகள் சிறகுகள் ரெண்டில் என்ன தரப்போகிறாய்? கிழுவதை கிள்ளிவிட்டு ஏன் தள்ளி நின்று பார்க்கிறாய்? என் காதலே என் காதலே என்னை என்ன செய்ய போகிறாய்? நான் ஓவியம் நின்று
वाली परी हो या हो परियों की रानी या हो मेरी प्रेम कहानी मेरे सवालों का जवाब दो ना मेरे रंग में रंगने वाली परी हो या हो परियों की रानी या हो मेरी प्रेम कहानी मेरे सवालों का जवाब दो ना तू ही मेरी शब है सुबह है तू ही दिन है मेरा तू ही मेरा रब है जहां है तू ही मेरी दुनिया तू वक्त मेरे लिए मैं हूँ तेरा लम्हा कैसे रहेगा भला होगे तो मुझसे जुदा तू ही मेरी शब है